പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനുമായി ജലവിതരണം നടത്തിയിരുന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാന് തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ ഈ ഒരു റദ്ദാക്കൽ പാകിസ്ഥാന് യുദ്ധസമാനമായ സാഹചര്യത്തിൻ്റെ തുടക്കമായാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച കരാറായ ഷിംല കരാർ പാകിസ്ഥാൻ ഈ അവസരത്തിൽ റദ്ദാക്കിയത്. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഷിംലയിൽ വെച്ചാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഇന്ത്യ പാക് പട്ടാള നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് കൺട്രോൾ രേഖയിൽ വെടിനിർത്തൽ അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് ഷിംല കരാറിൽ ഒപ്പുവെച്ചത്. പാക് ബന്ദികളാക്കിയ ഇന്ത്യൻ സൈനികരുടെ മോചനം സാധ്യമാക്കിയതും ഷിംല കരാറിലൂടെയാണ്. നിലവിൽ ഷിംല കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുമായി യുദ്ധത്തിന് എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്നതാണ്. നിയന്ത്രണ രേഖയിലെ വെടിനിർത്തലിന്റെ കരാർ മരവിപ്പിച്ചതും ഇക്കാരണത്താലാണ്. ഷിംല കരാർ റദ്ദ് ചെയ്ത പാകിസ്ഥാന്റെ നടപടി ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുക? ജമ്മു കാശ്മീരിലൂടെയാണ് ഈ നിയന്ത്രണ രേഖ കടന്നു പോകുന്നത്. സ്വാഭാവികമായും ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥയെ ഇത് ദോഷകരമായി ബാധിക്കും. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പട്ടാള നിയന്ത്രിത രേഖയായ നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് കൺട്രോൾ ഇന്ത്യ പാക് വിഭജന സമയത്ത് പഴയ നാട്ടുരാജ്യമായ ജമ്മു കാശ്മീരിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ രേഖയ്ക്ക് പ്രസക്തിയില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇതാണ് രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി രേഖ. 1972 ഷിംല കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഈ രേഖ യഥാർത്ഥത്തിൽ ഒരു വെടിനിർത്തൽ രേഖയാണ്. ചൈന പിടിച്ചടക്കി വച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമായ അക്സായ് ചിൻ പ്രദേശത്തിനും ഇന്ത്യൻ സംസ്ഥാനമായ ജമ്മു കാശ്മീരിനും ഇടയിലുള്ള വെടിനിർത്തൽ രേഖയാണ് യഥാർത്ഥ നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. 1947 ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ യുദ്ധത്തിനൊടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഐക്യരാഷ്ട്രസഭ പ്രശ്നത്തിൽ ഇടപെട്ടാണ് 1948 ഓഗസ്റ്റ് 13 പാസാക്കപ്പെട്ട ഒരു പ്രമേയത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ 1945 ജനുവരി 5 ഒരു വെടിനിർത്തൽ രേഖ നിലവിൽ വന്നത്. ഈ രേഖയിലെ വെടിനിർത്തൽ നിരീക്ഷിക്കാൻ നിരീക്ഷണ സമിതിയും നിലവിൽ വന്നിരുന്നു. എന്നാൽ 1972 ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ ഒപ്പുവെച്ച് പിന്നീട് ഇരു പാർലമെൻറ്റുകളും അംഗീകരിച്ച ഷിംല കരാർ യാഥാർത്ഥ്യമായതോടെ ഈ വെടിനിർത്തൽ രേഖ നിയന്ത്രണ രേഖയായി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുകയാണ് ഉണ്ടായത്.